കല്യാണം കഴിയണ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെയധികം ആഗ്രഹിച്ചു പെട്ടെന്ന്. പക്ഷേ ഞങ്ങൾക്ക് 1 വർഷത്തിലും മേലെ എടുത്തു കുട്ടികളുണ്ടാവാനായിട്ട്. അത്രയ്ക്കും പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ടുള്ള സമയം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ കുട്ടിയായി കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ജീവിത ചെലവുകൾ കൂടാണ്. പക്ഷേ വരുമാന സ്രോതസ് എന്ന് പറയാനായിട്ട് അങ്ങനെ പലതും ചെയ്തു നോക്കി. പക്ഷെ അതൊന്നും ക്ലിയറായിട്ട് കിട്ടിയില്ല. അത് പിന്നെ മൂന്നാമത്തെ കുട്ടിയായപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുമാനം കുറയുന്ന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പറയണ പോലെ നിങ്ങൾക്ക് ഇത്രയ്ക്കധികം ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നോക്കുന്നത് എന്തിനാ അതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നാലാമത്തെ കുട്ടിയായപ്പോൾ സമ്പത്തിനെക്കാട്ടി ഉപരി ദൈവം തരുന്ന അനുഗ്രഹമാണ് ഏറ്റവും വലുതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ പേര് പോൾ. ഇരിഞ്ഞാലക്കുട രൂപതയിൽ കൂടപ്പുഴ ഇടവകയിലാണ് താമസം. ഇത് എൻ്റെ ഭാര്യ ഫാൻസി. ഞങ്ങൾക്ക് 4 മക്കളാണ്. മൂത്ത ആളുടെ പേര് ഫ്രാൻസിസ് പോൾ, രണ്ടാമത്തെ ആളുടെ പേര് ഫൗസ്റ്റീന പോൾ, മൂന്നാമത്തെ ആൾ ഫെഞ്ചാസ്കോ, നാലാമത്തെ ആൾ ഫെയ്വേൽ. ഞാൻ ചാലക്കുടിയിൽ സ്വന്തമായിട്ട് മൊബൈൽ ഫോണിൻ്റെ റിപ്പയറിംഗ് ഷോപ്പ് നടത്തുന്ന ഒരു 20 വർഷമായിട്ട് മൊബൈലിൻ്റെ റിപ്പയറിംഗ് മേഖലയിലുണ്ട്. ഞാൻ ചാലക്കുടിയിൽ തന്നെ KLF എന്ന് പറയുന്ന കമ്പനിയിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ വിവാഹത്തിന് മുന്നേ തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു മക്കളുണ്ടാവണം എന്ന്. അത് എത്ര പേരെന്നൊന്നും മൈൻഡിലുണ്ടായിരുന്നില്ല. എന്നാലും ഒരു മക്കൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും എൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GC യൂത്താണ്. GC യൂത്തിൽ ഒരുപാട് പ്രോഗ്രാമുകളിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ കൂടുതൽ മക്കളുള്ളവരുടെ കാര്യങ്ങളും ഇതൊക്കെ കേട്ടിട്ട് ഒരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു. എന്തായാലും വിവാഹ ജീവിതത്തിലേക്കാണ് ദൈവം തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ എന്തായാലും എണ്ണത്തിൽ കുറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും നിറവേറട്ടെ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അതെന്തായാലും ഇവൾക്കും അതിനോട് നോ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളിലും വളരെയധികം, അതായത് മക്കളുടെ കാര്യം പറയുമ്പോഴായാലും വളരെയധികം പോസിറ്റീവായിട്ട്, കാരണം വേണ്ട എന്നുള്ളതല്ല, വേണം എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ രണ്ടാളുടെയും മനസ്സിലുണ്ടായിരുന്നത്. നാം ഒന്ന് നമുക്കൊന്ന് എന്നുള്ളൊരു കൺസെപ്റ്റിനെ മാറ്റി നാം ഒന്ന് നമുക്ക് 4 എന്നുള്ളൊരു ഇരട്ടി ആക്കുക എന്നതായിരുന്നു പിന്നത്തെ ഒരു ചിന്ത. അത് തുടക്കം നമുക്ക് അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ ഒരു വിധത്തിൽ നിങ്ങൾ ഇരട്ടിയാവുക എന്നുള്ള, നിങ്ങൾ പെരുകണം എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് ഒന്നല്ലേ, അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞല്ല നമ്മൾ 2 4 അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ 4 എന്തായാലും വേണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. ഇനി ദൈവാനുഗ്രഹം ഇനിയും എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കട്ടെ എന്നൊരു ഇത്. ഒരാൾക്കൊരാൾ എപ്പോഴും ഒരു കൂട്ട് വേണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഒരു ആൺകുട്ടിക്ക് ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടി, അങ്ങനെ ഒരു ഇതുണ്ട്. ദൈവാനുഗ്രഹം പോലെ അതുപോലെ തന്നെ കിട്ടി. അതിൻ്റെ ഒരു കാരണം കൂടിയാണ് ആ ഒരു തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം കർത്താവ് ആദ്യത്തെ ആണു രണ്ടാമത്തെ പെണ്ണ് തന്നത്. അത് കഴിഞ്ഞപ്പോൾ ആൺകുട്ടിക്ക് ഒരു കൂട്ട് വേണം എന്നുള്ള ആഗ്രഹത്തിൽ മൂന്നാമത്തെ ദൈവാനുഗ്രഹം പോലെ ആൺകുട്ടിയായി. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ പെൺകുട്ടി മാത്രം ഒറ്റയ്ക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. അപ്പോഴും പ്രാർത്ഥിച്ചു, അടുത്തത് എന്താവും എന്നറിയില്ലായിരുന്നു. പക്ഷേ ദൈവം കൃത്യമായിട്ട് തന്നെ നമുക്ക് വീട്ടും അങ്ങനെ ഒരു കൂട്ട് ഒരു ജോഡി എന്നുള്ളൊരു ലെവലിൽ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്.
ഫ്രാൻസിസ് എന്ന പേര് ഇടണമെന്ന് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് അസീസിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരുന്നു. ആണ് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷേ സ്വപ്നത്തിൽ കാണുന്നു നമ്മൾ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഫ്രാൻസിസ് തന്നെ വേണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ജനിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഫ്രാൻസിസ് തന്നെ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് മൂത്താളുടെ പേര്. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആഗ്രഹം പോലെ, ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഫ്രാൻസിസ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തെ കണ്ടു എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഫൗസ്റ്റീന, അതായത് അത് കുട്ടി ആയതിനു ശേഷമാണ് ഞങ്ങൾ പേരിനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. അപ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പെൺകുട്ടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ കണ്ടു, ഈശോയുടെ പുതിയ ഇതൊക്കെ ഫൗസ്റ്റീന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി അതിലുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കുട്ടിക്ക് ഞങ്ങൾ ഫൗസ്റ്റീന എന്ന് പേരിട്ടു. ഫ്രാഞ്ചസ്കോ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസിൻ്റെ ഞങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പനെ മോഡൽ ചെയ്തിട്ടിട്ടതാണ് ഫ്രാഞ്ചസ്കോ എന്നാണ്. അപ്പോൾ എല്ലാവരും ഇത്തിരി ഡിഫിക്കൽട്ട് പറഞ്ഞെങ്കിൽ അപ്പോൾ ഒന്ന് ഷോർട്ടേക്ക് ഫ്രാഞ്ചസ്കോ എന്നാക്കിയെന്നുള്ളൂ. പിന്നെ നാലാമത്തെ മോളാണ് അത്. പക്ഷെ ഞങ്ങൾ ആദ്യമേ തന്നെ എന്തായാലും പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന് നാലാമത്തെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്കൊരു പേര് കണ്ടുവയ്ക്കണം എന്നുള്ളതിൽ അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി കുറേ അന്വേഷിച്ചിട്ടും എഫ് വെച്ചുള്ള ഒരു പേര് കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടായി. കാരണം ഫ്രാൻസിസ് ഫൗസ്റ്റീന ഫ്രാഞ്ചസ്കോ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തൊരു പേര് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പേരുകൾ എപ്പോഴും വരുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് മാലാഖയുടെ എന്നുള്ള ആ മാലാഖയുടെ പേരിനോട് സാമ്യമായ ഫെയ്വേൽ എന്നുള്ളൊരു പേര് ഞങ്ങൾക്ക് കിട്ടിയത്. ബ്രൈറ്റ്നസ് അസിസ്റ്റന്റ് ഓഫ് ഗോഡ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ജൂയിഷ് നെയിമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് നാലാമത്തെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ഒരു പേര് എന്നുള്ളത് ഫിക്സ് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഫെയ്വേൽ എന്നുള്ള പേര് കണ്ട് അങ്ങനെ നാലാമത്തെ കുട്ടി. അതുപോലെ തന്നെയാണ് അവളും. കാരണം എന്ത് കാര്യവും ചേട്ടന്മാരോട് വേണ്ട, നമ്മൾക്ക് എന്ത് ആവശ്യമാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ ഓടിപ്പോയി, ആൾ ഇത്തിരി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പം പോയി ചെയ്യും. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ് എന്നോടാണോ പറഞ്ഞതെന്നും ചോദിച്ചിട്ട് പോയി ചെയ്യണം. അങ്ങനെ ഒരു വളരെയധികം പ്രത്യേകത ഉള്ള ഒരു മോളാണ്. കല്യാണം കഴിയണ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെയധികം ആഗ്രഹിച്ചു പെട്ടെന്ന്. പക്ഷേ ഞങ്ങൾക്ക് 1 വർഷത്തിലും മേലെ എടുത്തു കുട്ടികളുണ്ടാവാനായിട്ട്. അത്രയ്ക്കും പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ടുള്ള സമയം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ കുട്ടിയായി കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ജീവിത ചെലവുകൾ കൂടാണ്. പക്ഷെ വരുമാന സ്രോതസ് എന്ന് പറയാനായിട്ട് അങ്ങനെ പലതും ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും ക്ലിയറായിട്ട് കിട്ടിയില്ല. അത് പിന്നെ മൂന്നാമത്തെ കുട്ടിയായപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും പറയണ പോലെ നിങ്ങൾക്ക് ഇത്രയ്ക്കധികം ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നോക്കുന്നത് എന്തിനാ അതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നാലാമത്തെ കുട്ടിയായപ്പോൾ സമ്പത്തിനെക്കാട്ടി ഉപരി ദൈവം തരുന്ന അനുഗ്രഹമാണ് ഏറ്റവും വലുതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം സമ്പത്ത് ദൈവം എപ്പോൾ വേണമെങ്കിലും, അതായത് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും തന്നാൽ നമ്മൾ സ്വീകരിക്കാനും നമുക്ക് കൊണ്ടുപോകാനും പറ്റും. പക്ഷേ ജീവിതം, മക്കൾ എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് വളരെ പ്രിഷ്യസാണ്. കാരണം കിട്ടുക എന്ന് പറഞ്ഞാൽ മക്കൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടം, ഒരു സമ്മാനം ദൈവം തരുന്നത് വളരെയധികം നമ്മൾ കാത്തിരുന്ന് കിട്ടുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു സുപ്രഭാതത്തിൽ കിട്ടാം. അപ്പോൾ അതുകൊണ്ട് സമ്പത്തിനെ കുറിച്ച് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കളുടെ ഇത് കിട്ടിയപ്പോൾ ദാനമായി കിട്ടുന്ന ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹമാണ് എന്നുള്ള ഓർത്ത് നമ്മളങ്ങനെ മുന്നോട്ട് പോയി. മൂത്ത മകനാവണേലും ഒരു ജോലി ഉണ്ടായിരുന്നു. ടീച്ചറായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. സമയത്ത് ജോലി നിർത്തി പിന്നെ ഇതായിട്ട് മുന്നോട്ട് പോയി. പിന്നെ ജോലിക്ക് കയറുക എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പെട്ടെന്ന് രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം നൽകേണ്ടി വന്നു. പിന്നെ ഇവരെ സെറ്റ് ചെയ്ത് വളർത്തി എടുക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ എന്തായാലും ഒരു ഇതിന് ഇറങ്ങിയതിൻ്റെ പേരിൽ കുട്ടികളൊന്ന് ഒരു വലിപ്പമായതിനു ശേഷം ഇനി ജോലിക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യമായി. നാലാമത്തെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഒരു ദൈവാനുഗ്രഹം പോലെ ഞങ്ങൾക്ക് കാലത്തൊരു സെക്ഷൻ ഉച്ച വരെയുള്ളൊരു ജോലി കിട്ടി. അത്യാവശ്യം വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നല്ലൊരു കമ്പനിയിൽ. ഇവള് പഠിച്ച അതേ സെക്ഷനിൽ തന്നെ കിട്ടി, കെമിസ്ട്രി കിട്ടി. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ ഉണ്ടായി. അതുപോലെ തന്നെ ആഗ്രഹം പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത മനസ്സിന് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി ലഭിച്ചു.
ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ല. പിന്നെ മൊബൈലാണ് പിള്ളേർക്കൊരു ടൈം പാസിന് കൊടുക്കുന്നത്. കുറച്ച് നേരമൊക്കെ കൊടുക്കും. അങ്ങനെ ഒട്ടും കാണാതിരുത്താനൊന്നും നോക്കാറില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കാണട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാറുണ്ട്. പക്ഷെ വളരെ കുറച്ച് നേരം അവർക്ക് അതിന് വേണ്ടിയിട്ട് സമയം കൊടുക്കാറുണ്ട്. എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് മൊബൈൽ ഫോണിൻ്റെ റിപ്പയറിംഗ് ആണ്. എപ്പോഴും വീട്ടിലും അതൊക്കെ ഉപയോഗം വരും. പക്ഷേ ഞാനൊരു ഇത് എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് വീട്ടിൽ ഞാൻ നെറ്റ് വളരെ കുറവുള്ളൊരു ഓപ്ഷനിലാണ് റീചാർജ് നടത്തുന്നത്. കാരണം കടയിൽ ചെല്ലുമ്പോൾ വൈഫൈയിലുണ്ട്, അങ്ങനെ ഒരു യൂസിങ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വീട്ടിൽ പരമാവധി മൊബൈലും ഒക്കെ ഒരുമിച്ച് തന്നെ വയ്ക്കുന്നത്. പാസ്വേഡ് എല്ലാവർക്കും ഓപ്പണായിട്ട് ഒരു സ്ഥലത്ത് വയ്ക്കുന്നു. പിള്ളേർക്കായാലും പാസ്വേഡ് എടുത്ത് നോക്കാം എന്നുള്ളൊരു കണ്ടീഷൻ. പക്ഷേ നെറ്റ് അധികം ഇല്ലാത്തതിൻ്റെ പേരിലും പിന്നെ ഇവർക്കും അധികം എപ്പോഴെങ്കിലും ഇപ്പോൾ ഉപയോഗിച്ചു ഇത്രയും മതി എന്ന് പറയുമ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കുട്ടികളുടെ അഡിക്ഷനാണ് എന്ന് തോന്നിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TV ഇല്ലാത്തതിൻ്റെ പേരിലാവാം ഇങ്ങനെ ഒരു മീഡിയ എന്നുള്ളൊരു അഡിക്ഷൻ ഇല്ല. പിന്നെ സിനിമ കാണലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ എനിക്ക് തോന്നുന്നു മൂത്തവർ 2 ആളാണെന്ന് തോന്നുന്നു ഒരു സിനിമ കണ്ടിട്ടുള്ളൂ. സിനിമ എന്നുള്ള തിയേറ്ററിൽ പോയി കാണുക അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണണം എന്ന് തന്നെ പിള്ളേർക്കും അതോ ഞങ്ങൾക്കും തന്നെ ഇല്ല. സിനിമയുടെ കാര്യങ്ങൾ പറയാം, അതൊന്നും ഇല്ല. വെച്ചാൽ കാണും, പിന്നെ കാണണം എന്നുള്ളൊരു വാശി അങ്ങനെയൊന്നും ഇല്ല. മീഡിയയുടെ ഇതില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ചു നേരം കുട്ടികളുടെ കാർട്ടൂൺ ഇത് കുറച്ചു നേരം കാണുക എന്നുള്ളതാണ് മീഡിയനെ സംബന്ധിച്ച് നമുക്ക് പിള്ളേർക്കും ഇപ്പം പറയാനുള്ളൂ. പിള്ളേർക്ക് കാണുന്നതും അത് തന്നെയാണ്. അവർ കാണുമ്പോൾ തന്നെയാണ് ഞങ്ങളും കാണുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോൺ എടുത്തു വയ്ക്കും. കാരണം ഇത് മൊബൈലിൽ കാണുമ്പോഴായാലും എല്ലാവരും ഒരുമിച്ച് കാണുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ നോട്ട്സ് അയക്കണത് ആണ് കൂടുതൽ അവർ സെപ്പറേറ്റ് ഇരുന്ന് കാണുന്നത്. കുറച്ച് നോട്ട്സ് ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവർ അയച്ച് അതിൽ നോക്കിയിരുന്ന് ചെയ്യും, എഴുതിയെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയാണ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം തന്നെ വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ 4 ആളുള്ളതുകൊണ്ട് TV കാണണമെന്നോ സിനിമയ്ക്ക് പോകണമെന്നോ പ്രത്യേകിച്ച് ആഗ്രഹമില്ല. കാരണം ഇവിടെ തന്നെ കളിക്കാനും നേരം പോക്കിനും ഒക്കെ ഒരുപാട് സാധ്യതകളും അവസരങ്ങളും ഉണ്ട്. അപ്പോൾ കളിച്ചിട്ടും പിന്നെ ഇവർ തമ്മിൽ ഓടികളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നിനും നേരമില്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് മക്കൾ കൂടുതലുണ്ടായപ്പോൾ തന്നെ അതില്ല അങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞ് ഇവരുടെ കളിയും ഞങ്ങളുടെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുരിശുവര നിർബന്ധമാണ്. എല്ലാ ദിവസവും 4 പേരും 3 ആൾ എന്തായാലും ഇരിക്കും. ഉണ്ണി പിന്നെ അങ്ങനെ ഇരിക്കില്ല. അവർ 3 ആളും ഇരുന്ന് കുരിശ് വരയ്ക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ സങ്കീർത്തനം 91 അത് പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞ് മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലും. കഴിഞ്ഞ് ഇവർ ഓരോ ദിവസവും ഓരോ ആഴ്ചയിൽ ഓരോ വചനം എടുത്ത് അത് കാണാണ്ട് 3 ആളും പഠിക്കും. അങ്ങനെ ഇപ്പം ഞങ്ങളൊരു 10, 15, 20 വചനത്തോളം ഞങ്ങൾക്ക് കാണാണ്ട് അറിയാം. അവർ ഒരാഴ്ചയും പുതിയ പുതിയ വചനങ്ങൾ പഠിക്കാം. അങ്ങനെ അത് ആ പഠിച്ച വചനങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് എല്ലാ ദിവസവും ചൊല്ലും. 91 സങ്കീർത്തനം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ കോട്ടയും എൻ്റെ സംഗീതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് എന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. അവർക്ക് അതിനോട് വളരെയധികം താല്പര്യമുണ്ട്. പിന്നെ വിശുദ്ധ അൽഫോൻസമ്മയുടെ സൂക്തങ്ങൾ അതിന് മോൾക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. മാക്സിമം സൂക്തങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് 3 ആളും വചനം പഠിക്കാൻ വളരെ ഉത്സാഹമുള്ളവരാണ്. പിന്നെ പ്രാർത്ഥനയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഓരോരുത്തർ ആയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ കേട്ട് അത് തന്നെ ചെല്ലാനും
പിന്നെ കാലത്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇത് ഭക്തിഗാനങ്ങളാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാലത്ത് തന്നെ ഭക്തിഗാനം റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റലെ കുട്ടി ഏറ്റലെ മോളാണെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ദൈവമേ സ്തുതി, ദൈവമേ സ്വസ്ത്രം, ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഏറ്റലവള് അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ നല്ല കാര്യം. പിന്നെ എന്ന് വെച്ചാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവർ ഉറക്കത്തിലായാലും എഴുന്നേറ്റ് കുരിശ് വരച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി എന്ത് കാര്യത്തിനും ഇത് ചെയ്യുള്ളൂ. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു 31:1. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 21:22. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറേ ആൾക്കാരുടെ മുമ്പിൽ വന്ന് നിൽക്കുക എനിക്ക് ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് യോജിച്ചതാണെങ്കിൽ അത് ഫസ്റ്റ് ടൈം തന്നെ വരിക എന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണാൻ വന്നതും. അന്ന് പെണ്ണ് കാണാനായിട്ട് ചെല്ലുമ്പോൾ ഞാനും അമ്മയും എൻ്റെ ഒരു കൂട്ടുകാരും കൂടിയിട്ടാണ് ചെല്ലണത്. അപ്പോൾ ചെന്നു കാണാൻ വേണ്ടി നിന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്ന് കാണാനോ അല്ലെങ്കിൽ നോക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. കാരണം നമ്മൾ തൊട്ടടുത്ത് മീൻസ് നേരെ മുന്നിൽ തന്നെ കസേര വന്നിരിക്കുന്നു പറഞ്ഞപ്പോഴേക്കും വന്നിരുന്നു. അപ്പോൾ അധികം നോക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നൊരു അനുഭവമായിരുന്നു. ആള് സിമ്പിളായിട്ടാണ് വന്നത്, വളരെ സിമ്പിളായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു അട്രാക്ഷൻ, വളരെയധികം സ്നേഹമാണ്. പെട്ടെന്ന് ദേഷ്യം വരില്ല. നമ്മൾ ചിന്തിക്കണ സമയത്ത് തന്നെ അതെല്ലാം പ്രവർത്തിക്കും. അത്രയ്ക്കും അധികം സ്നേഹത്തോടു കൂടിയാണ്. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കും. പിന്നെ എല്ലാ കാര്യത്തിനും ഒരു ഞാൻ ഇത്തിരി ലാഗ് ചെയ്ത് വിടുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ആള് പറയും അത് കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം പങ്ക്ച്വലായിട്ട് നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു അങ്ങനെ ക്വാളിറ്റി. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവ് സെൻസിലെടുക്കും. ഒരു ത്രാസിൻ്റെ നടുവിലെ സൂചി പോലെയാണ്. ഒരു സൈഡിൽ വീട്ടുകാരും ഒരു സൈഡിൽ ഭാര്യയും മക്കളും. ഇതിൽ ഏതിലേക്ക് വെയിറ്റ് കൊടുത്താലും അപ്പം ബാലൻസ് തെറ്റും. പക്ഷെ ഇത് ഒരേപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാലും അതും ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല പ്രാർത്ഥന, ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക വളരെ ലാഘവത്തോടു കൂടിയാണ് എല്ലാതും കാണുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പറയും. അത് കഴിഞ്ഞ് ഒന്നും കൂടി റീതിങ്ക് ചെയ്യാൻ പറഞ്ഞ് എല്ലാവരെയും ഒന്നും കൂടി ഒന്ന് വിചിന്തനത്തിന് വിടുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാം സോൾവായി തന്നെയാണ് ഇതുവരെ പോകുന്നത്. കൂട്ടുകുടുംബം ആവുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ്. ഇപ്പം നമ്മളിത് ചെയ്തില്ല എന്ന് വിചാരിച്ച് വേറെ ആളത് ചെയ്യാൻ ഹെൽപ്പ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഇൻകംപ്ലീറ്റ് ആവില്ല. ഒറ്റയ്ക്കാവുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ എല്ലാം ചെയ്ത് തീർക്കണം. വെളുപ്പിന് ഒരു 3 മണിക്കല്ല ഒരു 4-4:30 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുന്നേൽക്കുന്ന ഒരു കണ്ണ് തുറക്കുന്ന ഒരു പതിവ് പെട്ടെന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പ്രാർത്ഥന കുറച്ചു നേരം ചെല്ലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുന്നേറ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് പിന്നെ കടയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല. ആ സമയത്ത് കടയിൽ ഒരു 10-10:30 സമയത്ത് കട തുറന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊന്ത എത്തിക്കും. അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കൊന്ത കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിട്ടുമ്പോൾ ചാലക്കുടി പള്ളിയിൽ നിത്യാരാധന കേന്ദ്രത്തിൽ ചെല്ലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം. പിന്നെ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മണിക്കലത്തെ ചാലക്കുടി പള്ളിയിലോ അല്ലെങ്കിൽ 6 മണിക്ക് ഡിവൈനിലോ പരമാവധി എല്ലാ ദിവസവും കുർബാന കാണാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഒരു 3 മണി എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കായിരിക്കും കൂടുതലും. ആ സമയത്ത് പ്രയറും വ്യക്തിപരമായിട്ടുള്ള അച്ഛൻ്റെ ടോക്കും ബ്ലെസ്സിങ്ങും ഇത് ചെയ്തതിന് ശേഷം ഒരു ജപമാല ചൊല്ലും. ബൈബിള് ഒരു അധ്യായം എങ്ങനെയായാലും വായിച്ച് തീർക്കും. പരമാവധി നേരത്തെ വിവാഹാലോചന തുടങ്ങുക. അതിനുവേണ്ടി ശരിക്കും യുവാക്കൾ വിവാഹത്തെക്കുറിച്ചല്ല ആദ്യം ചിന്തിക്കുന്നത്. ആദ്യം അവർ സാമ്പത്തികമായ ഒരു ഭദ്രതയെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കുന്നത്. സാമ്പത്തിക ഭദ്രതയായി വരുമ്പോൾ വിവാഹത്തിൻ്റെ ഏജ് ഓവറായി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ശരിക്കും ആദ്യം തന്നെ വിവാഹം എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ മൈൻഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സാമ്പത്തികവും ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് വിവാഹം നേരത്തെ നടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മക്കളെ നോക്കുന്നത് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണില്ല. അവര് ഒരു മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രായം ഉണ്ടല്ലോ, ആ പ്രായമായി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിന് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. കുട്ടികൾ എന്നൊരു പറയുന്നത് ഒരു തടസ്സമല്ല. ജോലി ഉണ്ടെങ്കിൽ ജോലി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം കുട്ടികളായിട്ട്
നല്ലൊരു ജോലിയൊക്കെ ആണെങ്കിൽ ലീവ് എടുക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിലും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. മതബോധനത്തിന് ഇവർ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പോകണമെന്ന് പറഞ്ഞ് എപ്പോഴും വാശി പിടിക്കും. ഇപ്പോൾ എവിടെയായാലും ഇപ്പോൾ ഇവളുടെ വീട്ടിൽ പെരുന്നാളെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കും. അപ്പോൾ കാലത്ത് തന്നെ പറയും ഇന്ന് വേദോദയത്തിന് പോകട്ടോ എന്ന് പറഞ്ഞ് വരും. പക്ഷേ മുടങ്ങാതെ പോകുന്നതിന് സമ്മാനം വാങ്ങിക്കണം എന്നുള്ളൊരു ഇതിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പക്ഷേ ഈ കഴിഞ്ഞ തവണയൊക്കെ ആയിട്ടും ഒരു പ്രാവശ്യം എന്തെങ്കിലും രീതിയിൽ മുടക്കം വരുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഈ തവണയും സമ്മാനം വാങ്ങിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ ഭയങ്കര ചീത്ത. അത് എങ്ങനെയാ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ചെറിയൊരു ഇത് സംഭവിച്ചു പോയി. അതാണ് അതിൽ മതബോധന. പിന്നെ ഇവർക്ക് പഠിക്കും പ്രാർത്ഥനയ്ക്ക് ആയാലും ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ, ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുന്ന ഒരു പുതിയ കാര്യം പറഞ്ഞിട്ടുണ്ട്, വചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചാലക്കുടി പള്ളിയിൽ ഞങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരം ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഏകദേശം ഒരു 3-4 മാസം കൂടുമ്പോഴാണ് എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം പോകും. പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞായറാഴ്ച ഞാൻ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകും. അങ്ങനെ ആണ്. പിന്നെ ഇപ്പോൾ അവിടെ പ്രോഗ്രാമുകളുണ്ടായിരുന്നു, ഇത് വിസ്തരുടെ വണക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൊറോന പള്ളിയിൽ കിട്ടുമ്പോൾ പരമാവധി മക്കളെ കൊണ്ട് അത് കാണിക്കാനുള്ളൊരിത് ചെയ്യാറുണ്ട്. രാവിലെ ഇപ്പോൾ ചെറിയ കൊച്ചായതിനു ശേഷം ഇദ്ദേഹമാണ് ഇത്തിരി നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സഹായിക്കുന്നതും. അത് കഴിഞ്ഞ് പതുക്കെ ഞാൻ അടുക്കളയിൽ പ്രവേശിച്ച് കുറച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് പിള്ളേരെ എണീപ്പിച്ച് അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞ് അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും. പിന്നെ ഉണ്ണീനെ മമ്മിയുടെ അടുത്തേക്ക് ആക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു 9-9:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും പോകും. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് എൻ്റെ ജോലി കംപ്ലീറ്റ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് ഉണ്ണീൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ വൈകിട്ടത്തേക്ക് കാര്യങ്ങളൊക്കെ ഒരുക്കി പിന്നെ ഞങ്ങൾ മകളെ ട്യൂഷന് പറഞ്ഞയച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രയറിന് കൊടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം ഞങ്ങൾ ആ ഒരു 7 മണി പ്രയർ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞ് ഭക്ഷണം ഒരുമിച്ച് മകൾക്ക് കൊടുത്ത് പിന്നെ പഠിക്കാനിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പം വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് കുറച്ചു നേരം പിള്ളേരുടെ കൂടെ കളിക്കാനായിട്ടൊരു 1/2-3 മണിക്കൂർ. അപ്പോഴത്തേക്കും പിന്നെ ഉറക്കത്തിൻ്റെ ഇത് പിന്നെ അടുത്ത പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ആദ്യം വിവാഹത്തിന് മുന്നേ ഇവിടെ വേദോപദേശം അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ CYMൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വളരെയധികം സെൽഫായിട്ടും പിന്നെ നാട്ടിലും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുട്ടികളുമായിട്ട് പരിചയപ്പെടാനും ഇടവകയായിട്ട് കൂടുതൽ ഇടപഴകാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പ്രയർ ഗ്രൂപ്പായിട്ട് നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഡിവൈൻ്റെ അഡിക്ഷൻ സെൻറ്ററിൽ പോയി ശുശ്രൂഷ ചെയ്യുക, അല്ലെങ്കിൽ മോതിരക്കണ്ണി അമ്മയിൽ പോയി ശുശ്രൂഷ ചെയ്യുക. ഇങ്ങനെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസാണ് കൂടുതലും ഇത് ചെയ്തുകൊണ്ടിരുന്നത്.
പിന്നെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഓരോ ശുശ്രൂഷകൾക്ക് പോകും എന്നല്ലാണ്ട് യൂണിറ്റിലോ അല്ലെങ്കിൽ ഇത് കൂടുതലും ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടും ഫുൾ ടൈം കുറച്ച് നേരം ആ ഉച്ച കഴിഞ്ഞിട്ടുള്ള മക്കളായിട്ട് ശരിക്കും പറഞ്ഞ പകൽ സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിലും നമ്മൾ ഇപ്പോൾ ആക്ടിവിറ്റീസ് പൊതു ആക്ടിവിറ്റീസ് എല്ലാം കുറച്ച് ഇപ്പോൾ കുടുംബത്തോടു കൂടി ആയിരിക്കാനായിട്ട് കൂടുതൽ താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ ആഗ്രഹമല്ല മക്കൾ എന്നുള്ളത്. നമ്മൾ എങ്ങനെ ബുദ്ധിമുട്ടി എങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമാണ് മക്കളെ ലഭിക്കുള്ളൂ. അതുകൊണ്ട് മക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് തടസ്സം ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ മക്കളെന്ന് പറയുന്നതും ഒരു സ്വപ്നം തന്നെയാണ്. ജോലിയും വേണം, മക്കളും വേണം. ജോലിക്കും പ്രയോറിറ്റി ഉണ്ട്, മക്കൾക്കും കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ കിട്ടിയ ജോലി കളയാതെ തന്നെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഉണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ആയാലും ഒരു വർഷത്തിലും മേലെ എടുത്തു ആദ്യത്തെ കുട്ടി ജനിക്കാൻ. അപ്പോൾ എങ്ങനെ നമ്മൾ എന്തോരം ഇൻവോൾവ് ആവുന്നു എന്നുള്ളതല്ല, ദൈവം തരുന്നു എന്നുള്ളതാണ് അതിലത്തെ ഒരു കൺസെപ്റ്റ്. യുവാക്കളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ദൈവം തരുന്നത് എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് ചെയ്യേണ്ടത്. കാരണം സമ്പത്തും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഏത് കാലഘട്ടത്തിൽ വേണമെങ്കിലും കിട്ടാം. അതല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് വരും. സമ്പത്തിനെ കുറിച്ചല്ല. പക്ഷെ മക്കൾ എന്ന് വെച്ചാൽ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് മക്കളെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ലഭിക്കണം എന്നില്ല. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ ഇത്ര നാൾ നിങ്ങൾക്ക് വളർത്താനുള്ള ആ ഒരു അനുഗ്രഹമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അപ്പം അതിന് മക്കൾ എന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത്